ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ഒറ്റപ്പാലം മായന്നൂരാണ്. ഈ കാണുന്നതാണ് പാലക്കാട് ഒറ്റപ്പാലം റൂട്ട്. ഈ വൈറ്റ് കാറ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടേക്ക് ചേലക്കര പഴയന്നൂർ പോകുന്ന നമ്മുടെ മായന്നൂർ പാലത്തിലേക്കാണ് കേട്ടോ. സോ മായന്നൂർ പാലം ഇവിടെ നമ്മൾ ആ കാണുന്നുണ്ടല്ലേ, മായന്നൂർ പാലമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെയൊക്കെ ശരിക്കും ഒരു നല്ലൊരു കൊമേഴ്ഷ്യൽ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ റോഡിൻ്റെ സൈഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബസ് റൂട്ടാണ്. ഈ ബസ് റൂട്ടിൽ നിന്ന് വെറും 150 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കാലിയായി കിടക്കുന്ന പ്ലോട്ട് ഉണ്ടോ, ഇവിടെ ഒരു ജ്വല്ലറി വരാൻ പോവാണ്. അതുപോലെ ഈ റോഡിൻ്റെ രണ്ട് സൈഡ് ഒരുപാട് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്. സോ ആ റോഡിൽ നിന്ന് ഒരു 100-150 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത്. നമ്മുടെ പ്രോപ്പർട്ടി നിന്നുള്ളേ റോഡ് നമുക്ക് ബസ് റൂട്ട് നമുക്ക് നേരെ കാണാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. നല്ല വീതിയുള്ള റോഡാണ് ഫ്രണ്ടിലുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ്. ഇത് നേരെ നമുക്ക് പുഴയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ടോട്ടൽ 14.5 സെൻറ്റ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റുള്ള വീടും. ഇത് നമുക്കൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടേക്ക് നമുക്ക് ഒരുപാട് ആയുർവേദ മനകളും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ അതേ സൈസിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ PG ആയിട്ട് കൊടുക്കാം. കാരണം ടൗണിൽ നിന്ന് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. എന്തൊരു പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ 14.5 സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ 3000 സ്ക്വയർ ഫീറ്റ് വലിയ ബെഡ്റൂം, 5 ബെഡ്റൂമിൻ്റെ അടുത്തുണ്ട്. വേണ്ട ചുറ്റുവട്ടം സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട്. നല്ല റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് കേട്ടോ. അത്യാവശ്യം വലിയ വലിയ വീടുകളായിട്ട് ചുറ്റുവട്ടം ഇഷ്ടംപോലെ വീടുകളുണ്ട്. നല്ല ബാക്ക് സൈഡിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നല്ലൊരു ഓപ്പൺ വെല്ലും ഉണ്ട് ഇതിനകത്ത്. അത്യാവശ്യം കുറച്ച് മരങ്ങൾ റൈറ്റ് സൈഡിലുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മരം വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ. വീടിൻ്റെ പഴയ തറവാട് വീടാണ്. ഏകദേശം ഒരു 20 വർഷത്തിന് മേലെ പഴക്കമുണ്ടാവും. പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടാണ്. എവിടെയും ഒരു വിളിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. കിണർ ഇപ്പോൾ ഇവിടെ ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. നല്ല കരിങ്കല്ലും കൊണ്ട് കെട്ടിയാൽ നല്ല അടിപൊളി കിണറാണ് കേട്ടോ. ഫുള്ള് കരിങ്കല്ലും കൊണ്ട് കെട്ടിയ കിണറാണ്. ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് ബാക്കിലായിട്ടൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല വഴി കണ്ടോ. അത്യാവശ്യം ഇഷ്ടം പോലെ വീടുകൾ ആ ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വീടുകളുണ്ട്. പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് പർപ്പസിന് യൂസ് ചെയ്യാൻ. കാരണം അത്യാവശ്യം നല്ല സ്ക്വയർ ഫീറ്റുള്ള വലിയൊരു ബിൽഡിങ്. പ്രത്യേകിച്ച് ഒരു ബിൽഡിങ്ങിന് വലിയ വില പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ റേറ്റിനനുസരിച്ചുള്ള റേറ്റ് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ടോട്ടലായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 95 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. ചക്കയൊക്കെ നല്ല കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇത് കിച്ചൻ്റെ ബാക്ക് സൈഡ് ഏരിയ. ഇത് കിച്ചൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള കുറച്ച് ഏരിയ. ഇവിടെയൊക്കെ നമുക്കൊന്ന് നീറ്റാക്കി ഒരു പെയിൻ്റ് അടിച്ചെടുത്താൽ നല്ല അടിപൊളി വീടാണ്. ഏത് പർപ്പസിനും നമുക്ക് യൂസ് ചെയ്തെടുക്കാനും പറ്റും. ഇനി നമുക്ക് ബാക്കിൽ പോയി ഏറ്റവും ടോപ്പിലേക്കുള്ള സ്റ്റെയർ വഴി നമുക്ക് കയറിക്കാം. വെളിയിലൂടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മേലെ കയറാനായിട്ട്. രണ്ട് സൈഡും ബാൽക്കണിയിലോട്ട് കയറാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കിൽ കണ്ടത്. അത്യാവശ്യം നല്ല സ്പേസ്, നല്ല ഏരിയ ഉണ്ട്. ടോട്ടലായിട്ട് ഫസ്റ്റ് പറഞ്ഞ പോലെ 14.5 സെൻറ്റ് സ്ഥലം. അത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഇത് അളന്ന് നോക്കിയാന്ന് വെച്ചാൽ 16 സെൻറ്റിൻ്റെ അടുത്തുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ 14 പേപ്പർ പ്രകാരം 14 സെൻറ്റാണ് ഉള്ളത്. പക്ഷേ നമുക്ക് അളന്ന് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവും. വെളിയിലൂടെ സ്റ്റെയർ കേസ് ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളിലൂടെ സ്റ്റെയർ കേസും ഉണ്ട് കേട്ടോ. ഇതിപ്പം ഏറ്റവും ടോപ്പിലേക്കുള്ളത് വെളിയിലൂടെ തന്നെ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഇവിടെ നിന്ന് കണ്ടില്ല. ചുറ്റും ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. ഒരുപാട് വീടുകളുള്ള ഏരിയ തന്നെയാണ്. ഈ ഡ്രസ് വർക്ക് ചെയ്തത് കുറച്ചും കൂടി ഒന്ന് ഹൈറ്റ് കൊടുത്തിട്ട് നമുക്ക് എടുക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റ് കൊടുത്ത് നമുക്ക് ഇതിന് ശരിക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് ഹൈറ്റ് കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ. പിന്നെ പഴയതിട്ടതാണ്. അതൊക്കെ ഒന്ന് വേണമെങ്കിൽ മാറ്റിയിട്ടൊന്ന് പുതിയതായിട്ടും ഡ്രസ് വർക്ക് ചെയ്താൽ നമുക്കല്ല. അവിടെ നിന്ന് നമുക്ക് നേരെ നീള കാണാൻ പറ്റും. ഒറ്റപ്പാലത്തുള്ള ആ മായന്നൂർ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്ന പുഴ. അല്ല, ഇഷ്ടംപോലെ വീടുകൾ നമുക്ക് ചുറ്റുവട്ടം ഉണ്ട്. അവിടെ എല്ലാം ഉണ്ട്. ഇതാണ് ടോട്ടൽ ഇപ്പോൾ വെളിയിലുള്ള ഭാഗവും അതുപോലെ തന്നെ ടോപ്പ് ടെറസ് ഏരിയയും എല്ലാ ഭാഗവും നോക്കിയാൽ വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞു റോഡിൽ നിന്ന് നമുക്ക് ജസ്റ്റ് കാണാനുള്ള ദൂരം തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ വീടുകളൊക്കെ ഉള്ള ഈ പരിസരത്തേക്കുള്ള റോഡ് നല്ല വീതിയുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശവും കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ ഇതിനടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടിലൊരു ബാൽക്കണിയിലേക്ക് ഇറങ്ങാനായിട്ട്
ഇവിടെ നിന്ന് നമുക്ക് അതും വെളിയിലൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെയും മേലെയും വാടകയ്ക്ക് കൊടുക്കാൻ സെപ്പറേറ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ബാക്ക് സൈഡിൽ നമുക്ക് ടോപ്പിലേക്കൊരു സ്റ്റെയർ കേസ് കൊടുത്ത പോലെ ഇവിടെ നമുക്ക് ഇവിടെ ബാൽക്കണിയിലോട്ട് സെപ്പറേറ്റ് സ്റ്റെയർ കേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു റൂമിൽ നിന്ന് ഇറങ്ങുന്ന പോലെ അല്ലെങ്കിൽ ഹാളിൽ നിന്ന് ഇറങ്ങുന്ന പോലെ ഇവിടെ സ്റ്റെയർ കേസ് ഉണ്ട്. അത് നമുക്ക് ഉള്ളിലൂടെ പോയി നോക്കാം എവിടെ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ ഇവിടെ നോക്കി അറിയാം, വണ്ടികൾ പോകുന്നത് നമുക്ക് നേരെ കാണാൻ പറ്റും അല്ലേ. ആ റോഡിൽ നിന്ന് അത്രയും അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്, കാറൊക്കെ പോകുന്നുണ്ടല്ലേ. സോ ഇത് ഇനി വീട്ടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് നോക്കാം. ഇത് കാർ പോർച്ച്, അവിടെ വേറൊരു കാർ പോർച്ച്, അങ്ങനെ 2 കാർ പോർച്ച് ഉണ്ട്. ഒരു സിറ്റ് ഔട്ട് ഏരിയ എന്നുള്ള രീതിയിൽ ഇതിനെ കൺവേർട്ട് ചെയ്ത് എടുക്കുകയും ചെയ്യാം വേണമെങ്കിൽ. 2 താഴെയും മേലെയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് പഴയ വീടുകളിലൊക്കെ ഉള്ള പോലെ ബംഗ്ലാവിലൊക്കെ ചെറിയൊരു നീളിയാണ്, അത്യാവശ്യം നല്ല നീളത്തിലായിട്ടാണ്, വീതി കുറച്ച് കുറവായിട്ടുള്ള ഒരു നീളി ഏരിയയാണ് കിട്ടുന്നത്. ഇതാണ് ശരിക്കും ഒരു സിറ്റ് ഔട്ട് ഏരിയ. പഴയ വീടുകളിൽ ഡോർ തുറന്നതിന് ശേഷമാണ് സിറ്റ് ഔട്ട് ഏരിയ കാണുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ നമുക്കൊരു വിശാലമായിട്ടുള്ളൊരു പൂമുഖം ഹാള്, പഴയ കാലത്ത് പൂമുഖം എന്ന് പറഞ്ഞാൽ അതിന് മേലെ തട്ടിട്ടുണ്ട് കേട്ടോ. കോൺക്രീറ്റ് ആണെങ്കിൽ മേലെ തട്ടിട്ടുണ്ട്, മരം കൊണ്ടുള്ള നല്ല തട്ട്, നല്ല അടിപൊളിയായിട്ടുള്ള. അതുകൊണ്ട് തന്നെ ചൂട് അധികം നമുക്ക് ഇതിനകത്ത് കിട്ടില്ല. മൊസൈക്കിൻ്റെ തറയാണുള്ളത്, വേണമെങ്കിൽ മാറ്റാം, പക്ഷേ നല്ല രീതിയിൽ തന്നെ മൊസൈക്ക് കിടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. വീടിന് എവിടെയും ഒരു ക്രാക്കോ കാര്യമോ ഒന്നുമില്ല. ഇവിടെ നമുക്കൊരു കിച്ചൺ ഏരിയ, ചെറിയ രീതിയിൽ കിച്ചൺ ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. പഴയ തറവാടിനകത്ത് ഇതും തട്ടിട്ടുള്ള റൂം തന്നെയാണ് കേട്ടോ, ഇതിൻ്റെ മേലെയും തട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് പഴയ കിച്ചൺ അടുപ്പുള്ളതിനെ മാറ്റിയതാണ്, ഗ്യാസ് സ്റ്റവ്. അപ്പോൾ ഈ വീട് ഫസ്റ്റ് പറഞ്ഞ പോലെ കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് കേട്ടോ. ഫേസ് ചെയ്യുന്നത് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പ്ലോട്ട് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നത് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് പ്ലോട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാ അവിടെ നമുക്ക് കിണർ നമ്മൾ ഫസ്റ്റ് കണ്ട, അത് ചുറ്റും നമ്മൾ നടക്കുമ്പോൾ നോക്കിയില്ലേ കിച്ചണിലേക്ക് കയറുന്ന ഏരിയ, ആ ഒരു ഏരിയ തന്നെയാണ് ഇതിവിടെ വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ പൂമുഖത്ത് തന്നെയാണ്. ഇവിടെ നമുക്ക് നേരെ 2 ബെഡ്റൂം ഉണ്ട്, ഒന്ന് ലെഫ്റ്റിലും ഒന്ന് റൈറ്റിലായിട്ട് 2 ബെഡ്റൂം ഇവിടെ ഉണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്, അതും തട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബെഡ്റൂമിലൊന്നും അധികം ചൂട് കിട്ടത്തില്ല, ആൾറെഡി മേലൊരു ഫ്ലോർ ഉള്ളതുകൊണ്ട് അറിയത്തില്ല. ഇത് 2 കൂടി കോമൺ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വാഷ്റൂം ഉള്ളത്. ഇതൊക്കെ നമുക്കൊന്ന് എടുത്തിട്ട് മാറ്റിയെടുക്കുകയാണെങ്കിൽ പുതിയ രീതിയിലുള്ള ക്ലോസറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു വീട് തന്നെയാണ്. കാരണം ഇന്നിപ്പോൾ ഒരു 5-6 വർഷം കഴിയുമ്പോഴത്തേനും പല വീട്ടിലും പല ഭാഗത്തൊക്കെ ക്രാക്കും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു വീട്ടിൽ ഇത്രയും വർഷം, 20 വർഷത്തിന് മേലെ ആയിട്ട് ഇതിനകത്ത് ഒരു തരത്തിലുള്ള ക്രാക്കോ കാര്യമോ ഒന്നും ഇല്ല. നല്ലൊരു വീടാണ് അല്ലേ. പഴയ മണൽക്കെട്ടാണ്, അതിൻ്റെ സ്ട്രോങ് നമുക്കിതിൽ കാണാനും പറ്റും. ഇപ്പോൾ 2 കൂടി കോമൺ ആയിട്ടാണ് ഈ വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 ബെഡ്റൂം ഇവിടെ താഴെ കണ്ടു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ആ തട്ട് നല്ല രസമായിട്ടുണ്ടല്ലോ, റൗണ്ടിൽ ഫാനിൻ്റെ ചുറ്റുമായിട്ട് റൗണ്ടിൽ മരത്തിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ട്. ഇവിടെ സ്റ്റെയർ റൂം, ഇവിടെ ചേർന്ന് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് വിട്ടുപോയത് ഇവിടെ നിന്ന് വെളിയിലോട്ട് അപ്പുറത്ത് ഡോറുണ്ട്, നമ്മൾ ആ വഴിക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ഇതാണ് സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ആ ഒരു ഡോർ വഴി നമുക്ക് വെളിയിലോട്ടൊന്നും പോയിട്ടില്ല, അത്രേ ഉള്ളൂ. നമ്മൾ വെളിയിൽ നിന്ന് കണ്ട അതേ സ്പേസ് തന്നെയാണ്. ഇവിടെ നമ്മൾ നേരെ സ്റ്റെയർ കേസിലേക്ക് മേലെ കയറണം. ഇതിലൊക്കെ പിടിയൊക്കെ പഴയ കാലത്തുള്ള ആ സിമെൻറ്റിൻ്റെ അത് തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ, പഴയ ടൈപ്പിലുള്ള അതേ. ഇവിടെ കയറുമ്പോൾ സ്റ്റെയർ റൂമിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഒരു ബെഡ്റൂം എന്ന് പറയാൻ പറ്റില്ല, ഒരു നമ്മൾ സിക്ക് പേഷ്യൻ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കിടത്താനോ എന്തിനൊക്കെ യൂസ് ചെയ്യില്ല, ചെറിയൊരു റൂം അല്ലെങ്കിൽ സ്റ്റഡി റൂമായിട്ട് യൂസ് ചെയ്യുക, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതിനകത്ത് വാഷ്റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഡോറില്ല, ചെറിയൊരു വാഷ്റൂമും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി റൂമായിട്ടോ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഇതിനും യൂസ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ മേലെയും നമുക്ക് ഒരു ഹാള്, 2 ബെഡ്റൂം അങ്ങനെയെല്ലാം ഇവിടെയും കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കിതൊരു ബെഡ്റൂമാണ്, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതിലുള്ള ബാത്റൂമിൽ ബാത്ത് ടബ് വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഈ ഒരു വാഷ്റൂം അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള വാഷ്റൂം തന്നെയാണ്. ഇത് ആ ഹാളിൽ നിന്ന് കണക്റ്റാണ്, അതുകൊണ്ട് ടബ് വരെ ഇതിനകത്തുണ്ട്. ഇതൊരു ബെഡ്റൂം, നല്ല വലിയൊരു മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എവിടെയും ഒരു ഹെയർ ലൈൻ ക്രാക്ക് പോലും ഈ വീട്ടിനകത്ത് എവിടെയും നമുക്ക് കാണാൻ കിട്ടുന്നില്ല. ഇതൊരു ഹാള്, നമുക്കിത് താഴെയും മേലെയും 2 വീടായിട്ട് തന്നെ ഇതിന് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിനാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു വലിയൊരു ഹാളായിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ബെഡ്റൂം കൂടിയുണ്ട്. ഈ ബെഡ്റൂം അത്യാവശ്യം ചെറുത് തന്നെയാണ്, മറ്റേ ബെഡ്റൂം അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറുതാണ്. ഇതും അറ്റാച്ച്ഡ് ആണ്.
ഏകദേശം 5 ബെഡ്റൂം ഉണ്ടെന്ന് പറയാം. 5 ബെഡ്റൂമും 5ഉം അറ്റാച്ച്ഡ് തന്നെയാണ്. അറ്റാച്ച്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ അപ്പുറത്തെ കണ്ട ഹാള്, അപ്പുറത്തെ ബെഡ്റൂമെന്നും ഇതൊന്നും ആ ഒരു വാഷ്റൂമിലേക്ക് എൻട്രൻസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു നീളിയുണ്ട് കേട്ടോ. നമ്മൾ താഴത്ത് കണ്ട ഒരു സിറ്റ് ഔട്ട് ഏരിയ വരുന്നില്ലേ, അതിനെ മൊത്തത്തിൽ നീളത്തിലായിട്ട് ഒരു റൂമായിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് ഡോർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഫ്രണ്ടിൽ കണ്ട നമ്മൾ കുറച്ച് മുമ്പ് വന്ന ആ സിറ്റ് ഔട്ട് ഏരിയ, ബാൽക്കണി ഏരിയയാണ് ആ കാണുന്നത്. അപ്പോൾ ഇവിടെ നേരെ ബാൽക്കണിക്ക് ഇറങ്ങാം. അപ്പോൾ നമുക്കൊരാൾക്ക് റെൻറ്റിന് 2 തൊട്ട് മേലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വഴിക്ക് കയറിയിട്ട് അവർക്ക് ഇതൊരു മേലൊരു വീടായിട്ട് തന്നെ കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള അപ്പുറത്തുള്ള ബെഡ്റൂമിനും അതേപോലെ ഈ ഒരു ഹാളിനും ഡയറക്റ്റായിട്ട് ഈ ഒരു വാഷ്റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന ടബുള്ള വാഷ്റൂമാണിത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ടോട്ടൽ ഇതിലെ പ്രോപ്പർട്ടി. ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ 14 സെൻറ്റ് സ്ഥലം, 3000 സ്ക്വയർ ഫീറ്റ് വീടാണ്. 5 ബെഡ്റൂം ഉണ്ട്. 5 ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ്. ഓപ്പൺ വെല്ലുണ്ട്. അതുപോലെ തന്നെ കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത്. അപ്പോൾ ഈ വഴി നമ്മൾ നേരെ പോവുകയാണെങ്കിൽ നേരെ നമ്മളിതാ പുഴയിലേക്കാണ് ഇറങ്ങുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഏരിയയാണ്. റോഡിൽ നിന്ന് നമുക്കൊരു 100-150 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. അതുപോലെ തന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനായാലും ബസ് സ്റ്റാൻഡിനായാലും നോക്കുമ്പോൾ 2.5 കിലോമീറ്റർ കൊണ്ട് നമുക്കിവിടെ എത്താൻ പറ്റും. എല്ലാം കൊണ്ടും നല്ല സൂപ്പറായിട്ടുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വെറും 95 ലക്ഷം രൂപയാണ്. 95 lakhs ആണ് ചോദിച്ചിരിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 45 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ പ്രോപ്പർട്ടിക്കുള്ളൂ. ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ടും യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഹൗസിംഗ് റെസിഡൻഷ്യൽ പർപ്പസിനായാലും നമുക്കിത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു.